তোমাকে ভালোবাসি। നല്ലൊരു പാരന്റ്സ് അങ്ങനെ ഇങ്ങനെയാ, റിലേറ്റീവ്സ് അങ്ങനെയാ ഇങ്ങനെയാ. നീ എന്തിനാ പോരത്തെ പ്രശ്നങ്ങൾ നാട്ടുകാരോട് പറയുന്നതാണ്? എന്നെ വെച്ചിട്ട് വേറെ ആക്ച്വലി ഞാൻ അച്ഛനെ തന്നാണ് വിളിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. ഞാൻ ഡ്രഗൊക്കെയാണ്, ഞാൻ കഞ്ചാവാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചതിച്ചിട്ടുണ്ടോ പാരന്റ്സിനെ കുറ്റപ്പെട്ടാലും നിങ്ങൾ വളർത്തുന്നതിന് എങ്ങനെ ബേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് അവസാനിപ്പിക്കണം ഏതെങ്കിലും നിമിഷം ഓക്കെ. അതാണ് എല്ലാവരും എടുത്ത് പറയുന്നത്. ലിബറലായിട്ട് നടന്ന ബംഗാളിനായിട്ട് ബീഫ് കഴിക്കും. നല്ല ചിക്കനാണ്. This video is powered by Youth Face. ഹായ് ഹലോ പേജ് സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എന്റെ കൂടെ ഉള്ളത് അത് പറയുന്നതിന് മുമ്പേ ഒരു 2K കിട്ടാണെന്ന് തന്നെ പറയാം. വെറും ഒരു 2K കിട്ടല്ല, ഭയങ്കര ബോൾഡ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ മിത വിശ്വാസ്. ഹലോ ഹായ്. ഓ ബാർബിഡോന്റെ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചേ ഇതിന്റെ ഒരു ഇതൊക്കെ കേട്ട് ഒരു ചെകുത്താൻ ലുക്കിലൊക്കെ വന്നിരിക്കണ്ടേ. ഞാൻ അങ്ങനെ വരാന്ന് വിചാരിച്ചു, പിന്നെ റെഡി ഇപ്പം എത്രയല്ല പഠിക്കുന്നത്? പ്ലസ് വണ്ണിലേക്ക്. പോക്സോ കേസ് വരും, ഒന്ന് നല്ലോണം ഇരിക്കാം. അടുത്ത കൊല്ലം 18 അടുത്ത കൊല്ലം 18 ആവും. 18 ഓക്കെ. അപ്പൊ നമ്മുടെ മിത ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടുകാരിയല്ല, കൽക്കട്ടക്കാരിയാണ്. സോ ഫാമിലി ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. പക്ഷെ നല്ല മലയാളം പറയുന്നുണ്ട്. ഇവിടെ പാരന്റ്സ് ഒക്കെ നല്ല കച്ചവടക്കാർ മലയാളം. അപ്പൊ വീട്ടിൽ ഹിന്ദി ഒന്നല്ല സംസാരിക്കാം, വീട്ടില് ബംഗാളിയാ സംസാരിക്കാൻ. ബംഗാളി എന്നാ ബംഗാളിയില് കുറച്ചൊന്ന് സംസാരിച്ച കേക്കട്ടെ. എന്താ പറയണ്ടേ? എന്തേലൊക്കെ പറ. പിന്നെ മനുഷ്യന് പിന്നെ തരും പറഞ്ഞേക്കല്ലേ, മനുഷ്യന് മനസ്സിലാവുന്ന. আমি তোমাকে ভালোবাসি. I love you. ഇത്രയും വലിയ വാക്കോ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞോലേ. അത് തുമാലോ വാത്തോ আমি তোমাকে ভালোবাসি. അതുകൊണ്ടായിരിക്കില്ല എല്ലാരും ബംഗു വിളിക്കുന്നത്. അതെ, ഈ ബംഗു എന്ന് വിളിക്കുമ്പോ വിഷമം തോന്നാറുണ്ടോ? കുഴപ്പമില്ല, അതിപ്പോ ഒരു ഐഡന്റിറ്റി ആയി മാറി. ഇപ്പൊ ബംഗു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സീനില്ല. ഇപ്പൊ മിത ഭയങ്കര ഫേമസ് ആയത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാമിലി പിന്നെ കുത്തിയിട്ടാണ്. ഞാനൊരു റീൽ ഇങ്ങനെ ആദ്യമായിട്ട് മിതനെ ഞാൻ കാണുന്ന ഒരു റീലാണ്. അതായത് അച്ഛനെ എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ ഇൻസൾട്ട് സംസാരിക്കുന്നത്. അപ്പൊ റിലേറ്റീവ്സ് ഒക്കെ എങ്ങനെയാന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ വീട്ടിൽ നിന്നുണ്ടായിരുന്ന പ്രതികരണം എന്തായിരുന്നു? അല്ല, സംഗതി ആ റീലില് എനിക്ക് 70% ഉള്ളൂ മാർക്ക്. അപ്പൊ അതിനനുസരിച്ചിട്ട് എനിക്ക് സ്കൂൾ കിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ എന്നാ വളർത്തിയിട്ട് ആ ദേശത്തിൽ പറഞ്ഞാണ്. അപ്പൊ എന്നോട് പോയി ചത്തോടെന്ന്. അപ്പൊ എനിക്കത് പിടിച്ചില്ല. അപ്പൊ ഞാൻ അതിന് കൂട്ടി എന്നിട്ട് ഞാൻ ചത്തിട്ട് കാര്യമുണ്ടോ, അപ്പൊ എനിക്കത് ലോസ്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്കറിയുന്നത് കത്തിക്കോറുന്നു. അപ്പൊ കത്തിക്കോറപ്പോ ഞാൻ അതിന് വേറെ ഒന്ന് ഇട്ടപ്പോ അതെന്തോ 2 മില്യൺ അടിച്ചു. ഞാൻ അച്ഛന് കാണിച്ചു കൊടുക്കും, ഞാൻ ലൗഡിലിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അച്ഛനൊരു പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല, നാട്ടുകാർക്കാ പ്രശ്നം. ഓരോ പ്രശ്നം പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇരുന്നോട്ടെ. അച്ഛന് പ്രശ്നമില്ല, ഇല്ല. എന്നിട്ട് ഞാൻ അച്ഛന് വേറെ റീൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വൈകുന്നേരം വന്നിട്ട് ഇപ്പൊ വേറൊരു റീൽ ചെയ്താണ്. അച്ഛനൊരു പ്രശ്നമില്ല, നാട്ടുകാർക്കാ പ്രശ്നം. അത് ശരി, അങ്ങനെ പറ. ഞാൻ അറിയില്ലപ്പോ ഞാൻ നോക്കുമ്പോ എല്ലാവരും പാരന്റ്സ് അങ്ങനെയാ ഇങ്ങനെയാ, റിലേറ്റീവ്സ് അങ്ങനെയാ ഇങ്ങനെയാ. ഞാനപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താ ഈ കുട്ടി ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ വേറെ മോട്ടിവേഷൻ ആയിട്ട് വേറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അതെടുത്ത് ചെയ്തേക്കുന്നു, ടോക്സിക് പാരന്റിങ് അതായത് അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറഞ്ഞ പിന്നെ അച്ഛനും തമ്മിൽ ഒരു ഇതുമില്ല. അങ്ങനെ പറയുമ്പോ ഇടയ്ക്ക് അച്ഛൻ ദേഷ്യം പഠിക്കുമ്പോ കുത്തി പറയാന്നല്ലാതെ. അപ്പൊ ശരിക്കും അച്ഛൻ പേടിക്കണം, എന്തെങ്കിലും കുത്തി പറഞ്ഞ അപ്പൊ ക്യാമറയുടെ വലിയ മോള് വരും. അതൊക്കെ അച്ഛൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും റീസെന്റ് ആയിട്ട് ചെയ്ത റീലാണെങ്കിലും അച്ഛനും മോള് ഭയങ്കര കോമയാണ്. അച്ഛൻ മോളെ പേടിച്ചോട് ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പം ഈ ഒരു അച്ഛനെ പറ്റി പറഞ്ഞ ഒരു ഇത് വന്നപ്പോ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് ഫേസ് ചെയ്ത് തോന്നാം. ചിലപ്പോ എല്ലാരും കണ്ടു കാണൂല എന്താണ് റീൽ എനാക്ട് ചെയ്തതെന്നും ഇവിടെ എനാക്ട് ചെയ്തു. അപ്പൊ എല്ലാരും ഇത് കണ്ടോട്ടെ, അറിയാത്തവരും കൂടി അറിഞ്ഞോട്ടെ. ആക്ച്വലി ഞാൻ അച്ഛനെ തന്നാണ് വിളിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. ഞാന് എന്താ ഇപ്പൊ പറയാ, എനിക്കത് എന്റെ പുറക്കാർക്ക് ഒരു പ്രശ്നമല്ല.
പിന്നെ തന്താന്ന് വെച്ചാൽ എനിക്ക് തന്തയ്ക്കും വലിയ പ്രശ്നമായിട്ട് തന്തയ്ക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ നാട്ടുകാർക്ക് പ്രശ്നമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ. എന്റെ ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ പോരത്തെ പ്രശ്നങ്ങൾ നാട്ടുകാരോട് പറയുന്നതാണ്. എടാ അതൊരു പ്രശ്നമാണെങ്കിൽ നീ ആ പ്രശ്നം വെച്ച് ഇരുന്നോ. എനിക്കതൊരു പ്രശ്നമില്ല, എന്റെ തന്തയ്ക്കും പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇയാൾ മിണ്ടാതെ കുത്തിരിക്കുക, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ അപ്പൊ തന്താന്ന് വിളിച്ചതാണ് ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം. അതാണ് നാട്ടുകാർക്ക് പിടിക്കാനുള്ളത്. അപ്പൊ ഇതിന് നെഗറ്റീവ് കമന്റ് വന്നപ്പോ എങ്ങനെയാണ് മിത അത് ഫേസ് ചെയ്തത്? എനിക്ക് കമന്റ് വന്നപ്പോ എനിക്ക് സങ്കടമൊന്നും വന്നിട്ട് ഐ വാസ് എൻജോയിങ്. എനിക്ക് ചിരി വരികയായിരുന്നു. അത് ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു, അത് നാട്ടുകാർക്ക് പിടിക്കുന്നില്ല, അവർ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ചിരിക്കുക തന്നെ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോ ഇടി നിനക്ക് ഇതൊക്കെ തമാശയായിട്ട്, ഞാനത്തെ തമാശ അല്ലാണ്ട് ഞാൻ തൂങ്ങി ചാമ. ഈ കാര്യമുണ്ടോ തൂങ്ങി ചത്തിട്ട്? വീട്ടിലെത്ര മക്കളുണ്ട്? 2. ഞാൻ മൂത്തത്. ഓ, ഇളയതോ? അതായത് 8ല. ഇതുപോലെ തന്നെയാണോ? അല്ല, പാവാണ്. ഡിഫറെന്റ്. അമ്മക്കുട്ടിയാണ്. ഒന്നും മതിയല്ലോ ഇങ്ങനെ. അത് ഞാൻ കൈവിട്ട് പോയോണ്ടാണ് അതിനെ കൺട്രോൾ ആക്കി വെച്ചേക്കുന്നതാണ്. ഓക്കെ. അപ്പം റിലേറ്റീവ്സിനൊക്കെ പറ്റിയിട്ട് ഭയങ്കര അഭിപ്രായമാണല്ലോ, അതെന്താണ്? കാരണം എന്താണ്? സംഗതി എനിക്ക് ഇഷ്ടമുള്ള പോലെ വേറെ ലൈക്ക് കുറച്ച് ഭയങ്കര ഓവർ വെസ്റ്റേണൊക്കെ ആയിട്ട്. അപ്പൊ അതൊന്നും എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ. ഇവര് ഭയങ്കര കവേർഡൊക്കെ ആയി നടക്കുന്ന കുട്ടികളാണ്. ഞാനാണെങ്കിൽ രാത്രി 12 മണിക്കൊക്കെ വീട്ടിൽ കയറി വരുന്നത്. അപ്പോ അതിന്റെ കസിൻസിനൊന്നും തീരെ ഇഷ്ടമല്ല. അവർക്ക് ഫ്രീഡം വേണമെന്നുണ്ട്, പക്ഷെ ഒരു കളതരം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനോ. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് വീട്ടിൽ വലിയ സീനില്ല. പക്ഷെ ഇവര് കളതരം പറഞ്ഞ് പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് 6 മണിക്ക് കയറണം. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ചെയ്യുന്നൊന്നും എന്റെ കസിൻസിന് തീരെ ഇഷ്ടമില്ല. ഓരിങ്ങനെ ഫുൾ കൈ ചുരിദാറും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കണം. ഞാനാണെങ്കിൽ ഷോർട്ട് സ്കേർട്ട് അങ്ങനെ ഇട്ട് നടക്കുന്നോണ്ട് ആർക്കും ഇഷ്ടമല്ല. അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവര് തന്നെയാണ് കുത്തിത്തിരിപ്പുണ്ടാകുന്നത്. ആണ്. നാട്ടുകാർക്ക് എന്താണ് അഭിപ്രായം? നാട്ടുകാർക്ക് എനിക്ക് തോന്നില്ല വലിയ അഭിപ്രായം ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പൊ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ചില വീഡിയോയിൽ കണ്ടു, ഫ്രണ്ട്സിനൊക്കെ ഈ നായ്ക്കളെന്നൊക്കെ അങ്ങനെയൊക്കെ വിളിക്കുമ്പോ അതൊക്കെ എങ്ങനെയാണ്? പിന്നെ കമന്റുകൾ എങ്ങനെയാ വരുന്നത്? ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വരുന്നത് ഞാൻ കണ്ടു. നെഗറ്റീവ് ആണ്. ഫ്രണ്ട്സിന് പ്രശ്നമല്ല, നമ്മള് തമാശക്ക് പറയുന്നതല്ല. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നല്ല വിളിച്ചില്ലെങ്കിൽ ഒരാ പ്രോബ്ലം പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുക, എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ. എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ചിരിച്ചോണ്ടാണ് ഫേസ് ചെയ്യുന്നത്? ഒരു കുഴപ്പമില്ല. പ്രശ്നം വരും പോവും, അത് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻജോയ് ചെയ്തില്ലെങ്കിൽ ചത്ത് കഴിഞ്ഞാൽ റിഗ്രറ്റ് എടുക്കും. അതാണ്. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അത് ഇന്റർവ്യൂ കൊണ്ട് പറയാൻ മടിയായിട്ടാണ്. ഉണ്ടെങ്കിൽ പറഞ്ഞോ. വീട്ടിൽ ചെന്ന അച്ഛൻ തല്ലിക്കൊന്നുമില്ല. പറഞ്ഞോ, ഡയറക്റ്റ് പറഞ്ഞേ. ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. തേപ്പ് ഇട്ടിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ തേപ്പ്. പറഞ്ഞോ എന്താ പറ്റിയേ? അത് ഹോം അവനെന്ത് പറഞ്ഞേ? പറ, പറഞ്ഞു കേക്കട്ടെ. അവന് നല്ല ഭയങ്കര പെണ്ണിനെ വേണോ. ഇതൊക്കെ ഇതൊക്കെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണോ, ബാർബിഡോളോ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവന് എന്നെ വെച്ചിട്ട് വേറെ എടുത്തിനെ നോക്കി. അപ്പൊ ചീറ്റിംഗ് ആണ്. എത്ര വയസ്സായിരുന്നു പറഞ്ഞു? എനിക്കോ 17 ആയിരുന്നു. ഓക്കെ. നമ്മുടെ കാലത്തൊന്നും നമുക്കിങ്ങനെ നോക്കാൻ പോലും ഇതില്ലായിരുന്നു, പേടിയായിരുന്നു. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ പഠിച്ചോണ്ട് ഞങ്ങൾക്ക് സീനില്ല. ഹോസ്റ്റലിൽ ഞാൻ 9ാം ക്ലാസ് വരെ മാഹി ഹോസ്റ്റലിലാണ് പഠിച്ചത്, നവോദയ വിദ്യാലയം. നവോദയയിൽ പഠിച്ചതാണ്. നവോദയ പഠിച്ചിട്ടുണ്ടെങ്കിൽ നവോദയ ഭയങ്കര ഡിസിപ്ലിൻ. പിന്നെ ഒരു ദിവസം 4 കംപ്ലൈന്റ് ആണെങ്കിൽ അതിൽ 3 കംപ്ലൈന്റിന്റെ പേര് വിശ്വാസം. അതല്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ വരാൻ തോന്നിയ സാഹചര്യം എന്താ? ഞാൻ പണ്ടേ ചെയ്യാറുണ്ട്. പിന്നെ ഹോസ്റ്റലൊക്കെ പോയപ്പോ അവിടെ നിന്ന് അയ്യോ കണ്ണാപ്പി എന്ന് പറഞ്ഞ കുറെ ഇതുണ്ടാകും, അപ്പൊ നിർത്തിയതാ. പിന്നെ നാട്ടുകാർ പറയട്ടെ, എനിക്ക് ഇൻട്രസ്റ്റ് അല്ലേ, അപ്പൊ ഞാൻ ഇട്ട് തുടങ്ങി. ഇട്ടപ്പം എന്തായിരുന്നു ആദ്യത്തെ ഒരു പ്രതികരണം? എന്തായിരുന്നു? അങ്ങനത്തെ ലൈക്ക് ഞാൻ ഭയങ്കര കുട്ടിയാണ്, കുറെ പേര് പറയുമ്പോ ഞാൻ സ്കിൻ കെയർ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോ ഞാൻ ഫസ്റ്റ് ഇട്ട് ഗേൾസ് പുട്ടി ഈ മേക്കപ്പ് ചെയ്യുന്നത് ബോയ്സിന് വേണ്ടിയിട്ടല്ല, ഗേൾസിന് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് റീലിട്ട് തുടങ്ങിയത്. പിന്നെ അത് വലിയ റീച്ച് ഒന്നും ഇല്ലേനു. അപ്പോഴേ സ്കൂളിൽ ട്രോളിങ്, ഇൻഫ്ലുവൻസർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട് കെയർ. ഇപ്പൊ അങ്ങനെ പറഞ്ഞവരുടെ മുമ്പില് ഈ ഒരു വേദിയില് വന്നിരിക്കുമ്പോ എന്താണ് ഇതൊക്കെ അവരോട് മുഖത്തോട്ട് പറയാനുള്ളത്? അത് തന്നെ പറഞ്ഞു. ആക്ച്വലി നിങ്ങളിങ്ങനെ ഹേറ്റ് ചെയ്തോണ്ടാണ് എനിക്ക് കുറച്ചുകൂടി വാശി കയറിയത്. അപ്പൊ വാശി കാരണമാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച്.
അതെ, ഞാൻ മിതേനെ പരിചയപ്പെടുന്ന സമയത്ത് മിതയ്ക്ക് ഒരു 3000 ഫോളോവേഴ്സ്, പെട്ടെന്ന് നമുക്ക് ഒരു 8000 ഒക്കെ എത്തി. എന്ത് തോന്നുന്നു ആ ഒരു അച്ചീവ്മെന്റില്? നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട്. എന്റെ ഈ കൊല്ലത്തെ മാനിഫെസ്റ്റിംഗ് ആയിരുന്നു അറ്റ്ലീസ്റ്റ് ഈ കൊല്ലം ഒരു 30K വരണം. കിട്ടിയിരിക്കും. ഇതിലൂടെ അങ്ങനെ കിട്ടണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ മിതയുടെ ഒരു ജനറേഷന്റെ ആരാധന എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിനെ പറ്റി എന്താ മിതയ്ക്ക് പറയാനുള്ളത്? അങ്ങനെ പറയുമ്പോ ഡ്രഗ്സ് ഇപ്പൊ ഈ സ്കൂളിലൊക്കെ എവിടെ നോക്കിയാലും കുറേ ചെക്കന്മാരുണ്ടോ വലിക്കാൻ പോവാ കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓര് അതൊക്കെ ഒരു അവര് ഭയങ്കര ഇവര് ആ പരിചയപ്പെടുമ്പോ പറയും ഞാൻ ഡ്രഗൊക്കെയാണ്, ഞാൻ കഞ്ചാവാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവർക്ക് എന്താ വലിയ സംഭവമുള്ള പോലെയാണ് ഒരു വിചാരം. എനിക്ക് അവരോട് കമ്പനി കൂടാനൊന്നും താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? നിങ്ങൾക്കും പരക്കാരില്ലേ? ഐ മീൻ ചിലപ്പോ വലുതായിട്ട് ഒരാൾ കെട്ടേണ്ട അവസരം വരുമല്ലോ. അപ്പൊ അത് പെണ്ണിനൊരു പ്രശ്നമാവും. അത്രയാണ്. ലേഡീസ് ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? ലേഡീസ് യൂസ് ചെയ്യുന്നുണ്ട്, ബോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ന്യൂസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നാറില്ലേ? ഇങ്ങനെ വരുമ്പോ എന്റെ ഒരു ഫ്രണ്ട് ക്ലാസ്മേറ്റ് അവൻ എന്നെ കുടിക്കേണ്ടിയായിരുന്നു എന്റെ കയ്യില് സിഗരറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സ്കൂളില് ഫുൾ പാട്ടായി മിത കഞ്ചാവ് പറഞ്ഞിട്ട്. എനിക്കൊരു പ്രശ്നമില്ല, കാരണം എന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേനൊന്നെ ടീച്ചേഴ്സ് പിന്നെ നോട്ടപ്പുള്ളിയായി. അല്ലാണ്ട് ഞാൻ ആ സ്കൂളിൽ കയറിയ ഉടനെ നോട്ടപ്പുള്ളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേ നോട്ടപ്പുള്ളിയായിരുന്നു. ഞാൻ ടീച്ചറോട് നല്ലോണം ചലിച്ചു. കാരണം ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് അത് പറ്റൂലല്ലോ. ചെയ്ത കാര്യം എനിക്ക് അടങ്ങിയിരിക്കാം, പക്ഷെ ചെയ്യാത്ത കാര്യം എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് തീരെ പിടിക്കില്ല. ഞാൻ ടീച്ചറിനോട് നല്ലോണം കച്ചകൂടി. പിന്നെ ടീച്ചറിനോട് മിണ്ടല്ലേ മിണ്ടില്ല. ഇപ്പോഴുണ്ടോ ടീച്ചർ? ഉണ്ട്. ഇതുവരെ മിണ്ടിയില്ല. എനിക്ക് അറിവുണ്ട്, എന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചർക്ക് ആയിരുന്നു എന്നോട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മിത വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് 10th കഴിഞ്ഞ +1 അലോട്ട്മെന്റ് എഴുതി നിൽക്കുക. അപ്പൊ അവിടെ കിട്ടി ആ ഒരു സ്കൂളിനെ പറ്റി മിത പറഞ്ഞ ഈ സ്കൂൾ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സ്കൂളിൽ തന്നെ ഇപ്പൊ കിട്ടാതെ എന്ത് ചെയ്യും? ആ സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ ട്രാൻസ്ഫർ അടിച്ചു പോയി അവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ടു ഫേസ് ദം. അവർക്ക് ഓരോ സ്കൂൾ ഇഷ്ടമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ആ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോ തൂറാൻ കുട്ടിക്കും തൂറാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് പറ്റൂലോ. സോറി, എല്ലാരും ചിരിച്ചു പോയി, അതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും തോട്ടപ്പള്ളി പോകുന്നതിന് മുന്നേ ആവാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് കൊറേ പേര് മെസ്സേജ് അയച്ചു നീ ഇങ്ങോട്ട് വാ പെണ്ണുങ്ങളെ കൊണ്ട് അടുപ്പിക്കും. ടീച്ചർ കൊറേ കമന്റ് ഇട്ട് പെണ്ണുങ്ങളെ കൊണ്ട് അടുപ്പിക്കുന്ന അങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോ പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടാണോ? പാരന്റ്സ് എന്താ വെച്ചാ ചെയ്തോളാൻ കരുതാ. പാരന്റ്സ് ഇപ്പഴേ കൈവിട്ടു. അവർക്ക് വലിയ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഞാൻ അതിന്റെ പണിയായി. അപ്പം ഇത് ഇങ്ങനെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് പോകുന്ന ഒരാളാണ്. സോ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് പിന്നെ എന്തായാലും ചതി പറ്റി മീൻസ് ഫ്രണ്ട്സ് ചതിച്ചിട്ടുണ്ടോ ലൈഫിൽ? ഇല്ല, ഞാൻ എന്റെ കൂട്ടത്തില് അങ്ങനെ പ്രശ്നമില്ല. ഞാൻ കേറി ചെന്നപ്പോ എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കമ്പനി ആയി വന്നപ്പോ ഞാനേ മതി. ഞാൻ എവിടെ പോയാലും സ്മിത ഉണ്ടോ എന്നാ ഞാൻ. ഓക്കെ. അപ്പൊ പിന്നെ ആർക്കും ഇതൊന്നും കിട്ടിയിട്ടില്ല? ഇല്ല. ഒരു പണിയൊന്നും ഫ്രണ്ട്സ് തന്നിട്ടില്ല? അടിപൊളി സപ്പോർട്ടാണ്. എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഞങ്ങള് 6 പേര്. 6 പേരുണ്ട്. ഒരു ഗ്യാങ് ആണ്. ഗ്യാങ്ങിന് പേരൊക്കെ ഉണ്ടോ? ഈ വല്ല 5 ഫിംഗേഴ്സോ അങ്ങനെയൊക്കെ പറയുന്ന പോലെ? അതൊക്കെ 90s കിഡ്സിന് മാത്രമേ തോന്നുന്നു, നമുക്കേ ഉള്ളൂ. പുറത്തുനിന്ന് ഒരാളെ നമ്മളെ കാണുമ്പോ അങ്ങനെ വിചാരിക്കും. എല്ലാരും സ്ട്രേറ്റ് ആണ്. ഇത് സ്ട്രേറ്റ് ആണ്. ഇത് നേരത്തെ തേപ്പിട്ട് ഇതൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലായി. നല്ല പേര് ലബനീസ്. പിന്നെ ലബനീസ് മറ്റേ അൽഫാമോ ലബനീസ് ഷവായോ ലബനീസ് ഷവർമയോ നല്ലല്ലോ. ലബനീസ് ഗ്രൂപ്പാണ്. ഓക്കെ, അടിപൊളി. എന്തായാലും നല്ല പേര് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും ഒരേ സ്കൂളിൽ പഠിക്കാനാണോ പ്ലാൻ? അങ്ങനെയായിരുന്നു പ്ലാൻ. ഇപ്പൊ 2 എണ്ണത്തിന് എൻജോയ് കിട്ടിയിരിക്കുന്നു. ഒരെണ്ണം ക്യാമ്പസിലാണ്, ഞാൻ മോഡൽ പെട്ടിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് തീർച്ചയാക്കാണ്. അപ്പൊ അതിലേക്ക് വിഷമല്ലേ ഫ്രണ്ട്സുമായിട്ട്? പക്ഷെ എത്ര ദൂരത്താണെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്താണ്, അതുകൊണ്ട് സീനില്ല. ഒരേ സ്ഥലത്താണ്. എല്ലാരും കോഴിക്കോടാണ്? എല്ലാരും കോഴിക്കോടാണ്. അപ്പൊ നവോദയയില് പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്? അവരുണ്ട്. അവര് വലിയ
എത്തൊന്നുമില്ല നവോദയ. അവന് ഞാൻ പണ്ട് നവോദയ എന്ന് കേട്ടിട്ടുള്ള 5th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടുന്നില്ല. അപ്പൊ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. പഠിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ പറ്റി നവോദയ പോയിട്ട് ഞാൻ അവിടെ തറയിരുന്നു. പഠിക്കണ്ടോ ചോദിച്ചാൽ എനിക്ക് അവിടെ 95% ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല. ഫുൾ സ്ട്രിക്റ്റ് റൂൾസ് അങ്ങനെ അങ്ങനെ. രാവിലെ ഒരു 5:30 എണീക്കണം. എണീച്ചിട്ട് ഓടാൻ പോകണം. പിന്നെ ഞാൻ അതിനെ ഹൗസ് ലീഡർ എല്ലാരും എണീപ്പിക്കുന്നുണ്ട്. ഓടാൻ പോകണം. പിന്നെ ഈ 7 മണിക്ക് അസംബ്ലി കഴിഞ്ഞിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് സ്കൂള് കഴിഞ്ഞ ഉച്ചക്ക് പിന്നെ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ PT ടൈം 4:30 വരെ PT ടൈം കഴിഞ്ഞാല് പിന്നെ 6 മണിക്ക് പിന്നെ ക്ലാസ് 8:30 വരെ. അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കിടക്കാനൊരു 12 മണിയൊക്കെ ആവും. 12 മണിക്ക് കിടന്നിട്ട് 5:30 എണീക്കണം. പിന്നെ സൺഡേ ആണെങ്കിൽ ക്ലീനിങ് ഡ്യൂട്ടി. അതാണ് ഇഷ്ടപ്പെടാത്ത. വീട്ടിലെ പണിയൊന്നും എടുക്കാറില്ല. ഞാൻ വീട്ടിൽ പണി എടുക്കാറില്ല. ഇല്ല. എന്തായാലും കുക്ക് ചെയ്യാനൊക്കെ അറിയോ? കുക്ക് ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ചെയ്യണമെന്നുള്ളൂ. വീട്ടിൽ ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യും. ആരില്ലാതിരിക്കണം. അനിയത്തി പണിയെടുക്കും. അനിയൻ ഓളാണ് പണിയെടുക്കല്. എനിക്ക് വാരി തരുമോ? എല്ലാം അവള് ചെയ്യുന്നത്. അപ്പൊ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല. ഇങ്ങനെ ഇരുന്ന് പിന്നെ സ്ക്രോൾ ചെയ്യാ, പിന്നെ റീൽസ് ചെയ്യാ, അച്ഛനെ കണ്ടിട്ട് അങ്ങനെ. ഇപ്പം നാട്ടുകാരെങ്കിലും മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ തൊള്ള പറഞ്ഞാൽ അവരവിടെ ഉണ്ടായോ. അതിന്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ ഒരു നേരത്തെ ഒരിക്കലും പറയില്ല. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് കേൾക്കുന്ന അല്ലാണ്ട് ഒരു നേരത്തെ വന്നതിനും മോളെ സുഖല്ലേ വിശേഷം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ പാരന്റ്സിനെ അവർ കുറ്റപ്പെടുത്താറില്ല, നിങ്ങൾ വളർത്തുന്നതിന്റെ ദോഷം എന്നൊക്കെ പറഞ്ഞു. അഥവാ അങ്ങനെ പെടുത്താണെങ്കിൽ ഞാൻ എപ്പം പറഞ്ഞ എന്ത് പറഞ്ഞത് ഞാൻ നോക്കൂല. ഞാൻ പോയി കച്ചറ ഉണ്ടാക്കും. നിങ്ങൾക്ക് പറയണെങ്കിൽ ഇന്ന പറഞ്ഞോ. എന്റെ പാരന്റ്സ് എന്നെ വഴക്കാക്കുന്നത്. ഞാൻ സ്വന്തമാണ് ഞാൻ വഴക്കാവുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ആവാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല? എന്താ പറ്റി ഇങ്ങനെ ആവാൻ? എന്താ കാരണം? ആൾക്കാർ പറയുന്ന കേട്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ അതിന്റെ പാടായി ഞാൻ ജീവിക്കാം. അങ്ങനെ തോന്നാനുള്ള സാഹചര്യം എന്താണ്? നവോദയ പോയപ്പോഴാണ്? എന്താണ് നവോദയ? എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് നല്ല ഫ്രീഡൊക്കെ ആയി നടക്കണം, എന്റെ ഇഷ്ടത്തിൽ നടക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. പിന്നെ നവോദയ പോയപ്പോ എനിക്ക് മോഡലിങ്ങിനോട് നല്ല താല്പര്യം. ആടെ ടീച്ചേഴ്സ് ഒക്കെ മോഡലിംഗ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പുച്ഛിച്ചുണ്ട്. അങ്ങനെ. ഓക്കെ. അപ്പൊ ആരാണ് റോൾ മോഡൽ? ആരെങ്കിലും ഒരു പ്രചോദനം വേണല്ലോ. അങ്ങനെ ആരുമില്ല. റോൾ മോഡല് വിശ്വാസം, അതാണല്ലോ എല്ലാം. വിശ്വാസത്തിന് റോൾ മോഡൽ വിശ്വാസം തന്നെയാണ്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് അച്ഛന്റെ പേരാണോ? അല്ല, കുടുംബ പേരാ. നല്ല കുടുംബ പേര്, എല്ലാവർക്കും പറ്റിയ പേരൊക്കെയാണ്. അപ്പം ഇങ്ങനെ വന്നിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് സപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. ഇതേ ഈ എല്ലാവരുടെയും തൊള്ള തുറന്നാ പോയി. പക്ഷെ ക്യാമറയുടെ മുന്നിൽ കുറച്ച് മാന്യത ആവാ അങ്ങനെ പറയും. അല്ലാണ്ട് അത് തമാശക്ക് കാര്യമായിട്ട് ആരും പറയില്ല. ഓക്കെ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് ഇൻബോക്സിൽ വരുന്ന മെസ്സേജസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും മെസ്സേജസ് വരാറുണ്ടോ? പ്രപ്പോസൽസോ? കൊറേ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അല്ല, എന്റെ ഇമെയിൽ വരുന്നുണ്ട്. ഇമെയിൽ വരെ? ഇൻസ്റ്റാഗ്രാമില് റിപ്ലൈ കിട്ടാത്തോണ്ട് പിന്നെ ഇമെയിൽ വന്ന് കൊറേ ഹായ് ഞാൻ കാർത്തിക്കാണ്, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയും. അപ്പൊ ചോദിക്കാറില്ല? ഞാൻ ഒരാളിന് റിപ്ലൈ കൊടുക്കില്ല. ഇല്ല, കൊടുക്കാറില്ല. ഭയങ്കര ശരിയാണോ? ഞാനോ ഇപ്പൊ കണ്ടിട്ട് തോന്നുന്നു. ഇപ്പൊ കണ്ടിട്ട് തോന്നില്ല. ഞാൻ ആദ്യം വന്നിരുന്നപ്പോ ഞാൻ വീഡിയോ കാണുന്നില്ല, എന്തൊരു നല്ല പോക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ വീട്ടുകാർക്ക് ബോറടിക്കുമല്ലോ. അല്ല, ഞാൻ വീട്ടില് ഞാനായി എന്റെ ഫോണായി അത്രേ ഉള്ളൂ. വീട്ടില് അങ്ങനെ ആരോട്ട് വലിയ മിംഗ്ലിംഗ് ഒന്നുമില്ല? ഇല്ല, ഇടയ്ക്ക് അമ്മയൊക്കെ വന്ന് സംസാരിക്കുമ്പോ അങ്ങനെ അല്ലാണ്ട്. അമ്മയ്ക്ക് വലിയ അമ്മയൊന്നുമില്ല? ഇല്ല, ഒന്നും പറയാറില്ല അമ്മ? പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നൊന്നും കേൾക്കാനായിട്ട് ടൈമില്ല. ഞാൻ പറയും ഒരിത് കൂടെ കേൾക്കുന്നതിനോട് പോകുന്നത്. വീട്ടുകാര് വിട്ടതാണ്. അപ്പം ഇപ്പൊ പറഞ്ഞ 70% മാർക്ക് മേടിച്ചപ്പം ഇങ്ങനെ ഒരു ഇത് തോന്നിയെന്ന്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നിനക്ക് ലൈഫ് അവസാനിപ്പിക്കണം എന്ന് ഏതെങ്കിലും നിമിഷം തോന്നി? ഒരിക്കലില്ല. തോന്നിയില്ല. കാരണം എനിക്ക് ലൈഫിൽ നല്ലോണം എൻജോയ് ചെയ്തിട്ട്. അല്ല, ഞാൻ പറയുന്ന കേസ് വേറൊന്നുമല്ല. ഇപ്പം ഒരു A+ കുറഞ്ഞതിന്റെ പേരിലൊക്കെ
ഈ വർഷം തന്നെ ആര്യാന്നാണ് പേരെന്ന് തോന്നുന്നത്, കുട്ടിയൊക്കെ മരിച്ച കേസ് അറിയാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഒരു രീതിയിൽ തോന്നി. കാരണം ഇപ്പത്തെ പിള്ളേരെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചീത്ത വരുമ്പോഴേക്കും പിള്ളേർ പോയിട്ട് ആത്മഹത്യ അത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞങ്ങള് ലൈഫ് പോവാന്നല്ലാതെ ഒരു 2 ദിവസം കാര്യം അത് കഴിഞ്ഞാൽ കൊഞ്ഞി ആർക്കാ പോയെ? ഇനി എന്താ ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ? ഞാൻ കോമേഴ്സ് എടുത്തത്. നല്ല കാര്യം. സയൻസ് നമുക്ക് കുട്ടിയെ കൂടുതൽ പറ്റൂല, ഞാൻ ബുക്കേ തൊടാറില്ല. ഞാൻ റിസൾട്ട് വന്നപ്പോ അയ്യോ ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് ഞാനല്ല ഇല്ല. ഞാന് മാത്സ് എക്സാമിന്റെ തലേ ദിവസം 3 മണി വരെ ബീച്ചില്, അതിന്റെ തലേ ദിവസം ഫ്രണ്ടിന്റെ വീട്ടില് ആരോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത്, എക്സാമിന് ഫുൾ ഡേ ഞാൻ നൈറ്റാ വീട്ടിലെത്തിയേ. അപ്പൊ അമ്മ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ നീ പാസ് ഒക്കെ ആയോ? ഞാൻ ബുക്കേ തൊട്ടിട്ടില്ല. വരിക ഉറങ്ങാ ഫോൺ തോന്നുന്നത്, അതേ പരിപാടി. ഇതന്നെയാണ് ജീവിതശൈലി. അപ്പം ദിവസം വരെ എത്ര ടൈം വരെ ഇൻസ്റ്റാഗ്രാമിലിരിക്കും? ഒരു 3.5 മണിക്കൂർ അങ്ങനെ പോകും. ഓക്കെ, ഞാന് മിത എന്താ പറയാ, മിത ഭയങ്കര ഇതായിട്ടിരിക്കുന്ന ദിവസം ഞാൻ കറുപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് തന്നു. കാരണം ഡബിൾ മൈൻഡ് സെറ്റും ഏഞ്ചലിന്റെ ലുക്കും ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ വന്ന് കറുപ്പിട്ട് തന്നു. മിത ഭയങ്കര ആക്ച്വലി ഞാൻ ബാഗിലൊക്കെ വരാന്ന് വിചാരിച്ചു, പക്ഷെ ടാറ്റു ഒക്കെ അടിച്ചു വരാന്ന് ഇരുന്നത്. പ്രശ്നമല്ല, ഈ എന്റെ പാടെ ഇനി എന്താ വെച്ചാ കാട്ടിക്കോന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോ ആക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടാറ്റു ഒക്കെ അടിച്ച് സെറ്റ് ആയി വരുന്നു. പക്ഷെ സ്കൂളിൽ പോകാൻ പറ്റുമോ? എന്റെ ബോഡിയിലാണ് ഞാൻ അടിച്ചത്. മിസ്സിന്റെ ബോഡിയിലോ പ്രിൻസിപ്പളിന്റെ ബോഡിയിലല്ല അടിച്ചത്. അപ്പൊ പ്രിൻസിപ്പളിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഇത് ഭയങ്കര തന്റെയാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ പറയുമ്പോ എങ്ങനെ ഫേസ് ചെയ്യും? ഞാനായില്ല പറഞ്ഞ നാട്ടുകാരോട് പോകാൻ മിക്കവാറും ഒരുപാട് സസ്പെൻഷൻ മേടിച്ച് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. അത് പ്രശ്നമില്ല, അതൊക്കെ വൈബല്ലേ. അപ്പൊ ക്ലാസ് വിടുന്ന വേണ്ടി വെയിറ്റ് ചെയ്യാം. +1 +2 നല്ല പഠിക്കണ്ട, അപ്പോഴും ഇങ്ങനെ ഫോണിൽ തൊട്ട് ഇരിക്കുവോ? മിക്കവാറും എന്നെ എല്ലാവരും കേട്ടിട്ട് 90s ആന്റി എന്നൊക്കെ വിളിക്കായിരുന്നു. ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനത്തെ ലൈഫിൽ ഹാപ്പി ആയിട്ട് തന്നെ പോട്ടെ. കാരണം പറയുന്നവരാണ് പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, നമുക്ക് കിട്ടുന്ന ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. എന്തായാലും ഒരു ദിവസം മരിക്കാനുള്ള. അപ്പൊ എന്തൊക്കെയാ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹങ്ങൾ? കേക്കാം. എവിടെ ട്രിപ്പ് പോകണം? തായ്ലാൻഡില് പോണെന്നുണ്ട്. പട്ടായല്ലേ? തായ്ലാൻഡ് പോണെന്നുണ്ട്. റഷ്യയിലൊന്ന് കറങ്ങിയായിരുന്നു. റഷ്യ. ഇത്ര ഈ 2 ആഗ്രഹങ്ങളുള്ളൂ. വെറും ഈ 2 ആഗ്രഹങ്ങൾ. പക്ഷെ മിത കണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്തോ എക്സ്ട്രീം ആഗ്രഹങ്ങൾ. അല്ല, ഞാൻ വിചാരിച്ച മിതയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ വിചാരിച്ച മനുഷ്യർക്ക് സാധിക്കാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. ഭാവിയിൽ എന്തായിട്ട് ഞാൻ ആഗ്രഹം? അപ്പം എനിക്ക് ആക്ടിങ്ങിനോട് നല്ല താല്പര്യമുണ്ട്, പക്ഷെ കിട്ടില്ല. കിട്ടാത്ത എനിക്കറിയില്ല. ഞാൻ ഓഡിഷൻ ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒന്നിനും സെലക്ഷൻ കിട്ടുന്നില്ല. ഇവര് എനിക്ക് തരുന്ന ഓപ്പോസിറ്റ് ആള് ചിലപ്പോ ഒരു വൃത്തിക്ക് അഭിനയിക്കില്ല. ഇത് ഞാൻ അഭിനയിച്ച് മാത്രം ഇങ്ങനെ കാട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. കിട്ടുന്നില്ല. പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. മോഡലിംഗ് എന്താ ചെയ്യുന്നത്? ഫാഷൻ ഷോ അങ്ങനെ ഷോസ് ഉണ്ടാവും. റാംസിന് പോയിട്ടുണ്ട്. റീസെന്റ് എന്താ പറയാ, കഴിഞ്ഞ മാസം അല്ല 2 മാസം മുമ്പേ റാങ്ക് വാക്കിന്റെ ഒരു ഷോ ഇല്ലായിരുന്നു. ഏഷ്യനെറ്റ് പ്ലസിൽ അതിലുണ്ടായിരുന്നു. ഓക്കെ, പേജന്റ് ഷോസ് ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട് 2 പിന്നെ വീട്ടിൽ നിന്ന് ഫണ്ടിന്റെ ചക്ക വീണപ്പോ മോരത്തുന്നാലും ഞാൻ എന്തിനോ പോയിട്ട് എത്ര കിട്ടിയായിരുന്നു. അതൊക്കെ നമുക്കൊരു സമയം വരുന്ന എന്തായാലും കിട്ടണമെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ വിടാതിരിക്കുക. ഒരു ടൈം ആകുമ്പോൾ കിട്ടും. പേജന്റ് ഷോസ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള പരിപാടിക്ക് അങ്ങനത്തെ ഇതിനൊന്നും എനിക്ക് തോന്നില്ല, ഇതുണ്ടെന്ന് തോന്നില്ല. അറിയില്ല, ഞാൻ പോയതിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സക്സസ് ആണ്. പിന്നെ ഇനി വേറെ ആഗ്രഹം പറയട്ടെ? ഫാഷൻ ഡിസൈനർ. വേറെ നല്ല ചെക്കനാണോ? ഓക്കെ. എന്റെ അമ്മയ്ക്ക് ഒരു മരുമം വേണം. അങ്ങനെയൊന്നുമില്ല. അല്ല, എന്തൊക്കെ സങ്കല്പത്തിലെ ഭർത്താവ് എങ്ങനെയായിരിക്കണം പറയാ? അയ്യോ അങ്ങനെ ചെക്കനാണെന്ന് പറഞ്ഞില്ലേ? കേറണം, തല്ലെ തിരിച്ചു തരണം. ഞാൻ പറയുന്നത് കേട്ട് കുത്തിരിക്കണം. ഞാൻ പറയാൻ പൊട്ടത്തരം പറയും, അതൊക്കെ കേട്ട് കുത്തിരിക്കാനല്ലേ. കലിപ്പന്റെ കാന്താരിയാണോ? അത് വേണ്ടോ? ഇത് എങ്ങനത്തെ ആളായിരിക്കണം?
പറക്കെ. ഫ്രാങ്ക് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. ചിലർക്കാണ് അങ്ങനത്തെ ഡ്രസ് ഇങ്ങനത്തെ അതൊന്നും പറ്റൂലേ? ഒന്നും പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് ഞാൻ നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളി. ഓക്കെ, ഇനി അടുത്ത ആഗ്രഹങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ല. ഇത്രയും ചെറിയ ആഗ്രഹങ്ങളെ ഈ പറയുന്ന ഇതിലുള്ളൂ. അപ്പൊ മരിക്കുന്നതിന് പിന്നെ സാധിക്കാനുള്ള ആഗ്രഹം ഇത്ര ചെറുതുള്ളൂ. അല്ല, സ്വന്തമായിട്ട് ഒരു വീട് വേണം. സ്വന്തമായിട്ട് വീട് വെക്കണം. അതാണ് പേഴ്സണലായിട്ട് വീട് വെക്കണം. അങ്ങനെ അങ്ങനെ ഒരു ചെറുക്കം വേണം. പിന്നെ പട്ടായാലും പോണം, ചെട്ടിയാലും പോണം. ഇതൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ ആഗ്രഹങ്ങൾ. ഇപ്പൊ വലുതാമത്തോളം ആഗ്രഹങ്ങൾ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത് ആഗ്രഹങ്ങൾ നിൽക്കുന്ന എനിക്ക് തോന്നില്ല. വരുമ്പോ വലുതാമത്തോളം ആഗ്രഹങ്ങൾ വലുതായിക്കൊണ്ടിരിക്കും. ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരാളല്ലല്ലോ. ഞാൻ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ റയറായിട്ടാണ്. ഞാൻ ഇങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല. റയർ പീസ. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം റീൽ കണ്ടപ്പോ ഞാനിങ്ങനെ അന്തമിട്ട കുന്തമാതിരി ഇതെല്ലാം ഒരു പ്രത്യേക ആ ഒരു രീതി ചിന്തിച്ചു. ഇപ്പം നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുമ്പം എല്ലാരും അതൊരു പോസിറ്റീവ് രീതിയിൽ എടുക്കണമെന്നില്ല. അങ്ങനെ പിന്നെ എടുക്കാത്ത സമയത്ത് ഭയങ്കരമായിട്ട് വൾഗറായിട്ട് ചിലപ്പോൾ വീട്ടുകാരെ പറയായിരിക്കും, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലൊക്കെ കമന്റോ അല്ലെങ്കിൽ ഇൻബോക്സിലോ വരുമ്പോൾ എങ്ങനെയാണ് മിത അത് റിയാക്ട് ചെയ്യുന്നത്? എനിക്ക് കണ്ടവർക്കൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ല. ഒരു വിചാരിക്കുന്ന വിചാരിക്കട്ടെ, എനിക്കൊന്നും പറയാൻ ചോദിക്കും അങ്ങനെ. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ എന്താ ഡ്രസ്സിംഗ് സെൻസ് കുറച്ച് എന്താ പറയാ, കുറച്ച് വൈബ്രന്റ് ആയത്. ഇടയ്ക്ക് ചെക്കന്മാരൊക്കെ ഓള് അങ്ങനത്തെ ടൈപ്പാണ്. വല്ലാത്ത രീതി, മോശമായ രീതിയിൽ. അപ്പൊ എനിക്ക് പറയാൻ, ഞങ്ങള് ഡ്രസ്സിംഗ് സെൻസ് കണ്ടിട്ട് ജഡ്ജ് ആണെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അത് എത്ര ജനറേഷൻ ആണെങ്കിലും ഇപ്പൊ 2K 90s 80s എന്തെന്നാണെങ്കിലും ആണുങ്ങളുടെ കാഴ്ചപ്പാട് സെയിം തന്നെയാണ്. എനിക്ക് സ്കൂളിൽ കുറെ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നോട് ഞാൻ സ്കൂളിൽ കയറിയ പാടിനെ കുറെ പേര് എന്നോട് മിണ്ടിയിട്ടില്ല. അവൾ അങ്ങനെ ഇരിക്കും, അവൾ ഇങ്ങനെ ഇരിക്കും, ഓളോട് കാര്യമില്ല, കുറെ പേര്. ഭയങ്കര മോശമായ രീതിയില്ല. അവളിങ്ങനെയാണ് ചിലപ്പോ. അല്ല, മെയിനായിട്ട് പറയാൻ വേണ്ടി പോക്ക് കേസ് അതാണ് എല്ലാരും എടുത്ത് പറയുന്നത്. ഒരു പെൺകുട്ടി ഒരു ലിബറൽ ആയിട്ട് നടന്ന, ഒരു മോഡേൺ ഡ്രസ് ഇട്ട് നടന്ന കേൾക്കുന്ന ഒരു പേരാണ് അത്. കുറെ എല്ലാരും കേൾക്കുന്നതാണ്, കുറെ എല്ലാരും കേട്ടിട്ടുണ്ട്. നമ്മളെ പോലെ ജീവിക്കുന്ന ഒരുപാട് പെൺപിള്ളേർ കേട്ടിട്ടുണ്ട്. അത് റിയാലിറ്റിയാണ്, സൊസൈറ്റി മാറ്റാൻ പറ്റും. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ 2K കിഡ്സ് കുറെ കൂടി അപ്ഗ്രേഡഡ് ആണെന്ന് ഞാൻ വിചാരിച്ചത്. എല്ലാം കണക്കാ. ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം എന്താ പറയാ, ഇപ്പം അജ്ഞാൻ കേസ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ കേസുകളാണെങ്കിലും 2K കിഡ്സ് കുറെ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ അങ്ങനത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ എന്താണ് ഇതൊക്കെ തോന്നുന്നത്? തലക്ക് ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് കാട്ടാന്നല്ലാണ്ട്. അപ്പൊ ചെറുക്കനെ വേണമെന്നല്ല, ചെറുക്കൻ 2K കിഡിനെ വേണോ? അങ്ങനെയൊന്നുമില്ല, ഏതാണേലും നല്ലോണം നോക്കുന്ന ഒരാളായാൽ മതി. അങ്ങനെ ഒരാളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ജയിച്ചോ? പിന്നെ നിർബന്ധമൊന്നുമില്ല, ഒറ്റയ്ക്കാണേലും ജീവിക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. പിന്നെ ആരും വേണമെന്നില്ല. ഓക്കെ, ഈ ഫ്രണ്ട്സ് എല്ലാ കാലം കൂടി ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഉറപ്പാണ്. നമുക്കൊരു കാലം കഴിയുമ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പണിയൊന്നും പോകുന്നില്ല. എന്റെ ലൈഫ് തന്നെ പഠിപ്പിച്ചതാ ചോദിച്ചത്. അങ്ങനെ പണി തരുന്നവരാണെങ്കിൽ നേരത്തെ പണി തന്നു പോകും. ഇതിപ്പോ ചെറുപ്പം മുതലേ കൂടെ ഉണ്ടോ, അപ്പൊ സീനില്ല. അങ്ങനെ അപ്പൊ ഇതുവരെ ഒരു പണി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ് മിതയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അങ്ങനെ തന്നെ ആവട്ടെ, ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ നിലയൊന്നും ആവട്ടെ. കാരണം നമ്മുടെ ഒരു ഇതിലൊന്നും കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് റെയറാണ്. നിലനിന്ന് പോവുക എന്നുള്ളത് ഭയങ്കര റെയറാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ നിന്നൊന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കേസാണ് 90s കിഡ്സ് 2K കിഡ്സ് വ്യത്യാസം. അത്രേ ഉള്ളൂ, അത്രയും കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, ഇപ്പം മിത എനിക്ക് ചോദിക്കാനുള്ള ഒരു കേസ്, മിത പാട്ടൊക്കെ പാടും? ഇല്ല, അല്ല പാടുമായിരിക്കും, വേറെ വല്ല പാട്ടുമായിരിക്കും. അപ്പൊ മിതയുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? ശ്രദ്ധ കപൂർ. അപ്പൊ മലയാളികളൊന്നും പിടിക്കൂലേ? ഹിന്ദി ഫിലിംസ് അങ്ങനെ കാണല്ലേ, അപ്പൊ ഹിന്ദി ഫിലിംസ് കാണാറ്. മലയാളം ഒന്നും കാണാറില്ല? കാണാറുണ്ട്. അപ്പൊ ലാസ്റ്റ് കണ്ട മലയാളം മൂവി ഏതാ? പോരട്ടെ, ആവേശം തോന്നുന്നു. അത് കഴിഞ്ഞ വർഷം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ മൂവിയേ കണ്ടിട്ടില്ല. ഇല്ല, തുടരൊന്നും കണ്ടില്ല. ഭയങ്കര റീച്ച് ആയിരുന്നല്ലോ.
കണ്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. അവസാനങ്ങളിൽ ഹിന്ദി ഫിലിം ഏതാ? അങ്ങനെ പറയുമ്പോ ബ്രഹ്മാസ്ത്ര, പഠാൻ. കൊറേയുണ്ട്. ഈ ശ്രദ്ധ കപൂറും പിന്നെ വിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. എന്താ? അല്ല, നിങ്ങൾ തമ്മിൽ യാതൊരു ഇതില്ലല്ലോ. അല്ല, നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പൊതുവെ ഇഷ്ടം എന്നാ പറയാറ്. ഇല്ല, നടൻ ഇഷ്ടപ്പെടുന്ന നടൻ ആരോ? ഋതിക് റോഷൻ. ഋതിക് റോഷൻ. അല്ല, ഋതിക് റോഷന്റെ മോൻ അടിപൊളി. ഋതിക് റോഷന്റെ മോനോ? ഋതിക് റോഷൻ അടിപൊളി. ഋതിക് റോഷൻ നോക്കാൻ കഴിയാലോ മോൻ. അതുകൊണ്ട് ഋതിക് റോഷന്റെ മോനെ പിടിച്ചു. ഋതിക് റോഷന്റെ മോനൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ? ഞാൻ 2 കൊല്ലം മുമ്പേ ഓന്റെ ഫാൻസ് വേറെ ആണല്ലോ, ഞാൻ കുറെ റിക്വസ്റ്റ് ഇട്ടു, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രൈവറ്റ് ഒക്കെ ഉണ്ടോ? ഈ അടുത്തല്ലേ പബ്ലിഷ് ആക്കിയ. ഞാൻ 2002 ഓന്റെ പിന്നാലെ. 2002? അല്ല, 2002. 17 വയസ്സ് 2002 യാതൊരു ഇതില്ലല്ലോ. 22. ഓക്കെ. മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇനി വേറെ സെലിബ്രിറ്റി ചെക്കന്മാരെ പിടിക്കാനാണോ പ്ലാന്? കിട്ടിയ കൊള്ളാം. മലയാളികളൊന്നും വേണ്ട, നമുക്ക് ഹിന്ദിക്കാരെ മതി. മലയാളികളെ നോക്കണമെന്നില്ല, ആരെങ്കിലും നോക്കി പോയി പുച്ഛാണ്. കൂടുതൽ ഫാമിലി ഇവിടെ കോഴിക്കോട് തന്നെയാണോ അതോ കസിൻസും എല്ലാരും ഇവിടെ തന്നെയാണല്ലേ? എല്ലാരും മലയാളികളാണ്. പിന്നെ നമ്മുടെ കൽക്കട്ടയിൽ ആരുമില്ല. കൽക്കട്ടയിൽ ആരുമില്ല. ആരുമില്ല, എല്ലാരും കൂടെ കൂടിയത്. അച്ഛന്റെ അമ്മ അച്ഛൻ്റെ അവിടെ, അല്ലാണ്ട് വേറെ ആരുമില്ല. ഇല്ല. അതെന്താ എല്ലാരും കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന കേരളത്തിലോട്ട്? ആയുർവേദിക് ഡോക്ടേഴ്സ് ഫുൾ ഫാമിലി. അപ്പൊ എല്ലാരും കൂടി ഇവിടെ കൂടിയതാ. അത് വല്ലാത്തൊരു ഇതായോ? നോർത്തിലായിരുന്നെങ്കിൽ അടിച്ചു പൊളിച്ച് കിടക്കായിരുന്നു. ഇല്ല, എനിക്ക് നോർത്ത് ഇഷ്ടല്ല. ഞാൻ ബീഹാർ പോയിണ്ടായിരുന്നു 9th. അവിടെ 1 year അവിടെ പഠിച്ചു. അപ്പൊ നോർത്തിന്റെ കാട്ടും വേദം കേരളം തന്നെയാണ്. ഇവിടുത്തെ പച്ചപ്പും ഹരിതാവും ഒക്കെ തന്നെയാ നല്ലത്. അവിടുത്തെ ആൾക്കാർ കേരളത്തിൽ ഫുഡാണ് ഇഷ്ടം, നോർത്ത് ഫുഡാണ്? ഓഫ്കോഴ്സ് മലയാളി ഫുഡ്. ഞാൻ വീട്ടില് ബംഗാളി ഫുഡ് ഉണ്ടാവുമ്പോ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാം. വീട്ടില് മിക്കപ്പോഴും മലയാളി ഫുഡ് ആയിരിക്കും? അല്ല, വീട്ടിൽ മിക്കപ്പോഴും ബംഗാളി ഫുഡാ. അതുകൊണ്ട് വീട്ടിൽ കഴിക്കല് കുറവാ. അപ്പൊ മലയാളി ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ തന്നെ പോകും. അവർക്കറിയാം ഞാൻ ഫുഡ് കഴിക്കാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളി ഫുഡ് എന്താ? സാമ്പാർ. എന്റെ ഫേവറേറ്റ് സാമ്പാറിന്റെ. സാമ്പാറും ചോറും മീൻ വറുത്തതും. ഞാൻ മീൻ കൂട്ടില്ല. മീൻ കൂട്ടല്ല? എനിക്ക് ഇഷ്ടമല്ല. നല്ലല്ലേ? ചിക്കൻ മതി. ചിക്കന്റെ ആളാണ്. ചിക്കൻ കഴിക്കും. വേറെ ഒന്നും. അപ്പൊ വീട്ടില് ചിക്കൻ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ കേട്ടത് ചില ആളുകൾ ചിക്കൻ കഴിക്കത്തില്ല. ഈ ആയുർവേദ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഭഗവാനോട് കൊറേ ഇതുണ്ടാവില്ലേ, വിശ്വാസമുള്ള ഇതൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല. ചിക്കൻ മാത്രം കഴിക്കോ? നോൺ വെജ് വേറെ കഴിക്കും? ബീഫ് കഴിക്കോ? ബംഗാളിയായിട്ട് ബീഫ് കഴിക്കും. വീട്ടില് പ്രശ്നം പണ്ട് പ്രശ്നമായിരുന്നു. ഞാൻ കഴിക്കുന്ന പറയും, അപ്പൊ പറയൂ ഇവിടെ നിക്കണ്ട, അങ്ങനെ പറയും. ഞാൻ കഴിച്ച് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാല്ല. എത്രാമത്തെ വയസ്സ് മുതൽ കഴിച്ചു തുടങ്ങി? അങ്ങനെ കിട്ടുമ്പോ 1-2 ക്ലാസ്സൊക്കെ. അപ്പോഴേ റിബലാണ്. അപ്പോഴേ വീട്ടുകാര് കൈവിട്ടു. അടിപൊളി. അപ്പൊ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. ഇങ്ങോട്ട് കഴിക്കാത്ത കഴിക്കും. അല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ബീഫൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കര പ്രോബ്ലം ആണ്. അതാണ് ചോദിച്ചത്. ചിലപ്പോ തല്ലിക്കൊല്ല് വരെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പാരന്റ്സ് പറയും ഈ തിന്നോ കസിൻസിനോടൊന്നും പറയരുത്. അപ്പം പിന്നെ വീട്ടിലാരും ചിക്കൻ ഒന്നും കഴിക്കത്തില്ല. വീട്ടില് ചിക്കൻ ഒക്കെ ബീഫൊന്നും കഴിക്കുക. ബീഫ് കഴിക്കത്തില്ല. അതെന്താ ബംഗാളി ഫുഡ് ഇഷ്ടമല്ലാത്ത? ഒരു ജാമൂതി ടേസ്റ്റാ. ഈ കടുകെണ്ണ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക. കടുകെണ്ണ. ഇഷ്ടമുള്ള ബംഗാളി ഫുഡ് എന്താ? അങ്ങനെയൊന്നും ഇല്ല, പറയാനൊന്നുമില്ല. പരിപ്പ് കറി. ബംഗാളി പരിപ്പ് കറി നല്ല ടേസ്റ്റാ. ബംഗാളി കണ്ട പരിപ്പ് കറി. വേറെ ഒന്നും അങ്ങോട്ട്. പരിപ്പ് കറി വീട്ടിലുണ്ടാവുമ്പോ തൊട്ടപ്പുറത്തൊന്നും കുട്ടികൾ വരും. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, പിന്നെ മലയാളികളാണ്. അപ്പൊ അവർക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. മിതേനെ അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് പ്രശ്നമില്ല. ഇതെങ്ങനെയായാലും പ്രശ്നമില്ല. പ്രശ്നം വേറെയുള്ള ആളുകൾക്കാണ്. ഒരടുപ്പ് ഒതുക്കില്ലാതെ നടക്കുന്ന പെണ്ണ് എന്താ അറിയട്ടെ, എത്ര പറയൂര് ഇന്നെ കുറിച്ച് പറഞ്ഞിട്ട് ഓരോ ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കൊരു ലാഭമല്ലേ. ഞാൻ എന്റെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഇന്നെ കുറിച്ച് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു ടൈം കളയുന്നു.
അപ്പൊ എനിക്കൊരു പ്ലസ് പോയിന്റ് ആണ്. അതെ, നാളെ ഇതേ കുറ്റം പറയുന്ന ആളുകളും ഇത് ഒരു സക്സസ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മാറ്റി പറയും. അതാണ് നമ്മുടെ സൊസൈറ്റി. അത് പറയും, അത് പറയും. ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ, ഇപ്പം ആണേലും കസിൻസ് ആണേലും പറഞ്ഞാണേലും ഓ മിത വന്നിട്ടുണ്ടോ, ആ മിത അങ്ങനെ പറയും. എനിക്കറിയാം ഇന്റർവ്യൂ ആകുമ്പോ തന്നെ പറയായിരിക്കും. കാരണം ആരും വിചാരിക്കാത്ത ഒരിടത്താണ് മിത വന്നിരിക്കുന്നത്. അതും ഈ ചെറിയ പ്രായത്തില് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതിൽ വന്നിരിക്കാൻ ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ പിന്നെ വലിയൊരു സക്സസ് തന്നെയാണ്. റീസെന്റ് നവോദയന്ന് കൊറേ കച്ചറ ടീമൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, എടി സോറി അങ്ങനെ. അതെ, എന്റെ ഒക്കെ ഭ്രാന്തായോ, എനിക്ക് എന്നോട് ഈ സോറി പറയുന്നു. അല്ലടി പറയാൻ തോന്നിയതാണ്, അതുകൊണ്ട് സോറി പറഞ്ഞാണ്. ഓ ശരി ശരി, എനിക്ക് ടൈമില്ലടി, ഞാൻ പിന്നെ മെസ്സേജ്. എല്ലാവർക്കും ഈസായിട്ട് പണി കൊടുത്തു. ഇപ്പോഴേ തുടങ്ങി ആറ്റിറ്റ്യൂഡ്. പിന്നെ ഓർക്കൊക്കെ പക്ക ചാടിയായിരുന്നു. ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോ ഓർക്ക് ഇഷ്ടപ്പെടില്ല, നമ്മളെ തെറ്റിക്കാന്നറിയില്ലേ, അങ്ങനത്തെ കുറച്ച് ടീം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ നവോദയൊക്കെ കൊറേ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ തോന്നുന്നു. അപ്പൊ അനിയത്തി എങ്ങനെയാ, പേടിയാണോ സംസാരിക്കാനൊക്കെ ചേച്ചിയോട്? അല്ല, ഫുൾ ടൈം കച്ചറ. പക്ഷെ ഓക്കാ സ്നേഹം കൂടുതല്. എനിക്ക് ഓള് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് അച്ചറ കൂടാൻ ആരും ഉണ്ടാവില്ല, എനിക്ക് വിശക്കുമ്പോ തിന്ന് തീറ്റി തരാൻ ആരും ഉണ്ടാവില്ല. സ്വന്തം കൈയോട് ഒരു പണിയില്ല. ഒക്കെ കസിൻസിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ കളിക്കും, ഓള് വരത്തിരും. പാവമായിട്ട് മെനക്കെടുത്ത് ഇപ്പൊ ഇങ്ങനെ ചേച്ചി ഫേമസ് ആയ കണ്ട പനിക്ക് എന്താ പറയുന്നത്, ഹാപ്പിയാണോ? പിന്നെ ഓള് സ്കൂളൊക്കെ പോയി കഴിഞ്ഞാല് എവിടെ എല്ലാരും ഫാൻസ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചിയാണ് അങ്ങനെ. എല്ലാരും ഫാൻസ് ആക്കി കളഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആവട്ടെ. ഇനി തുടരുത്. കാരണം മിത എന്ന് പറയുന്ന പേഴ്സണെ ഇങ്ങനെ ഒരാളാക്കി മാറ്റിയത് മിതയുടെ വോയിസ് തന്നെയാണ്. മിതയുടെ വാക്കുകൾ, നല്ല നല്ല വാക്കുകൾ. പിന്നെ ഇൻസ്പിറേഷൻ ആകാൻ ഞാൻ സ്നാപ്പില് എനിക്ക് അറൌണ്ട് 3K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് സ്നാപ്പില്. അപ്പൊ ഞാൻ അവിടെ ഗൈസ് എന്ന് പറഞ്ഞു തുടങ്ങും രാവിലെ. ഗൈസ് അപ്പൊ ഇട്ടോ, ഇതാ രാവിലത്തെ തുടക്കം. ഗൈസ് ഞാൻ ടൂറാൻ പോയിരുന്നു, ഇങ്ങനെ സംഭവിച്ചു. ഇതാണ് എന്റെ സ്നാപ്പ് ഇട്ട്. അപ്പൊ സ്നാപ്പിൽ ഇങ്ങനെ ആൾക്കാര് പണിയുടെ ഈ ബ്ലോഗ് ഇടാൻ തുടങ്ങിക്കോന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാരും പറയണ്ടേ നമുക്ക് കഴിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. കൊള്ളാം. ഞാനൊക്കെ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇതല്ലേ. അയ്യോ ഫ്രണ്ട്സൊക്കെ പറയും, ഈ ഉണ്ടല്ലോ നമ്മളെ വരുമ്പോ തൊള്ള നോക്കരുത്, എന്നിട്ടോ മാത്രമേ ഉള്ളൂ. അയ്യോ ഫുഡ് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? വിശേഷം ഇപ്പൊ സ്കൂള് വന്നു കഴിഞ്ഞാൽ മോഡൽ തന്നെ പഠിക്കുകയാണെങ്കിൽ കുറെ വള്ളിയുണ്ട്, അന്ന് എല്ലാവർക്കും തിരിച്ച് മറുപടി കൊടുക്കണം. അപ്പൊ മറുപടി കൊടുക്കുന്ന ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാം ഡെയിലി ഇരുന്ന് കാണുന്നവരല്ലോ മറുപടി കൊടുക്കുന്നത്. അപ്പം ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഉദ്ദേശിച്ച രീതിയിൽ എത്തട്ടെ. അതെ, സക്സസ് പോയിന്റിൽ എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാലും ഇത് എന്തെങ്കിലും ചിരിച്ചോണ്ടിരിക്കും. യാതൊന്നും പറയുന്നത് കുഴപ്പമില്ല. ആദ്യം മുഖത്ത് നോക്കി ബോൾഡായിട്ട് പറയാനുള്ള ഒരു കാര്യം, അതാണ് ഒരു പെണ്ണിന്റെ തന്റേടം എന്ന് പറയുന്നത്. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് താങ്ക്സ്.